എവിടെയാണ് അന്വേഷിക്കേണ്ടത്? എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്? അതിനു വേണ്ടിയാണ് ഋഷിമാർ കാലങ്ങളോളം തപസ് ചെയ്ത് ആത്മതത്വങ്ങളെ പ്രതിപാദിക്കുന്ന ജ്ഞാനം, ആ ജ്ഞാനസമ്പത്തുകൾ നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ഉയർന്ന സമ്പത്താണ് വേദം. വേദം ഒന്നേ ഉള്ളൂ. പക്ഷെ അത് സർവ ഋഷികുലങ്ങളിലായി ചിതറിക്കിടന്നിരുന്നതായിരുന്നു. അതിനെ ബാദരായണ മഹർഷി, കൃഷ്ണദ്വൈപായനൻ എന്നും അറിയപ്പെടുന്ന ബാദരായണ മഹർഷി കളക്ട് ചെയ്തു, സംഭരിച്ചു. അതിനെ 4ആയിട്ട് ഭാഗിച്ചു. ഋക്, യജുർ, സാമ, അഥർവ വേദങ്ങൾ. അപ്പോഴും അതിൽ പറയുന്നു അദ്ദേഹം, ഇനിയും എത്രയോ വേദങ്ങളെ ഞാൻ സമാഹരിക്കാൻ കിടക്കുന്നു. കിട്ടിയതിനെയാണ് ഞാൻ ഈ 4 വേദങ്ങളായി വിഭജിച്ചിട്ടുള്ളത്. ഈ വേദങ്ങൾ സാധാരണ ഇതിൽ സായണാചാര്യയുടെ ഭാഷ്യം, പ്രധാനമായിട്ട് വേദങ്ങൾക്ക് 2 ഭാഷ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അത് ഒന്ന് ദയാനന്ദ മഹർഷിയുടെ ഭാഷ്യമാണ്, 2 സായണാചാര്യരുടെ ഭാഷ്യമാണ്. ഈ സായണാചാര്യ ഭാഷ്യത്തിൽ പറയുന്നുണ്ട്, സർവധർമ്മങ്ങളുടെയും മൂലം വേദമാണ്. വേദത്തിലില്ലാത്തതൊന്നും ഒരു ധർമ്മത്തിലും പറയുന്നില്ല. ഈ വ്യാവഹാരിക ലോക വിജയത്തിന് വേണ്ടി ആരൊക്കെ എന്തൊക്കെ പറയുന്നോ അതെല്ലാം വേദത്തിലുള്ളതാണ്. നാം മനസ്സിലാക്കിയിരിക്കുന്ന വേദം എന്നാൽ സനാതനധർമ്മത്തിൻ്റെ ആത്മീയ ശാസ്ത്രമാണ് എന്നാണ്. അല്ലേ? അല്ല. വേദത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗവും ധാർമ്മിക ജീവിതം നയിക്കുന്നതിനെ കുറിച്ചുള്ളതാണ്. വ്യാവഹാരിക ജീവിത വിജയത്തിന് വേണ്ടിയുള്ളതാണ് വേദങ്ങൾ. അതിൻ്റെ ഉത്തര ഭാഗം മാത്രമാണ് ആത്മീയ ജ്ഞാനമായ ഉപനിഷത്തുകൾ പറയുന്നത്. ഉത്തരകാണ്ഡം 2 ഭാഗങ്ങളായി അതിനെ വിഭജിച്ചിട്ടുണ്ട്, ഉത്തരവും പൂർവവും. പൂർവം അത് വ്യാവഹാരിക ജീവിത വിജയത്തിന് വേണ്ടിയുള്ളതാണ്. ഇതിനകത്താണ് ഋഗ്വേദത്തിൻ്റെ ഉപവേദമായ ആയുർവേദം, ആയുസ്സിൻ്റെ വേദം. ഇന്ന് നാം ആയുർവേദ കോളേജുകളിൽ പഠിപ്പിക്കുന്ന പരിമിതമായ ഒരു സിലബസ് അല്ല ആയുർവേദം. അത് ആയുർവേദത്തിൻ്റെ 1000-ലോ 1,00,000-ലോ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും അഥർവവേദത്തിലും നിറഞ്ഞിരിക്കുകയാണ് ആയുർവേദം. അതുകൊണ്ട് ആദ്യത്തെ ഗ്രന്ഥമായ ഋഗ്വേദത്തിൻ്റെ ഉപവേദമായി ആയുർവേദം ഭൗതിക ശാസ്ത്രമല്ലേ? ആത്മീയശാസ്ത്രമാണോ? അല്ല. യജുർവേദത്തിൻ്റെ ഉപവേദമാണ് ധനുർവേദം, യുദ്ധതന്ത്രമാണ്. യുദ്ധതന്ത്രം ആത്മീയശാസ്ത്രമാണോ? വ്യാവഹാരിക ജീവിതത്തിനല്ലേ? സാമവേദത്തിൻ്റെ ഉപവേദമാണ് ഗാന്ധർവവേദം. 64 കലകളെയും പ്രതിപാദിക്കുന്നതാണ് ഗാന്ധർവവേദം. കേട്ടിട്ടുണ്ടോ? അതും വ്യാവഹാരിക ജീവിത വിജയത്തിന് വേണ്ടിയുള്ളതാണ്. അഥർവവേദത്തിൻ്റെ ഉപവേദങ്ങൾ 2 എണ്ണമുണ്ട്. സ്ഥാപത്യവേദം എന്ന് പറഞ്ഞാൽ എൻജിനീയറിംഗ് ടെക്നോളജി. പഴയ കാലങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കിയ ക്ഷേത്രങ്ങൾ ഇന്നും നിലനിൽക്കുന്നില്ലേ? അന്നത്തെ ശില്പങ്ങളും സൃഷ്ടികളും ഇത്രയും കാലവും നിലനിൽക്കുന്നതിൻ്റെ ആ വൈദഗ്ധ്യം അന്നത്തെ അഥർവവേദത്തിലെ സ്ഥാപത്യവേദത്തിലെ എൻജിനീയറിംഗ് ടെക്നോളജിയാണ്. രണ്ടാമതായിട്ട് അർത്ഥശാസ്ത്രം, അർത്ഥവേദം എന്നും പറയും. ചാണക്യൻ അർത്ഥശാസ്ത്രം എഴുതിയെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? 2300 വർഷത്തിന് മുൻപ് കൗടില്യൻ എന്നും അറിയപ്പെടുന്ന, കൗടില്യശാസ്ത്രം എന്നും അറിയപ്പെടുന്നത്, അതെഴുതിയത് അർത്ഥശാസ്ത്രത്തിൽ നിന്ന്, അഥർവവേദത്തിൽ നിന്ന് എടുത്തതാണത്. അത് ഏറ്റവും മികച്ച ഭരണതന്ത്രമാണത്. ഇങ്ങനെ സമസ്ത മേഖലകളെയും പ്രതിപാദിക്കുന്ന വ്യാവഹാരിക ജീവിത വിജയത്തിന് വേണ്ടിയുള്ളതാണത്. അതുപോലെ വേദത്തിലെ മീമാംസ, പൂർവമീമാംസ എന്നത്
യജ്ഞയാഗാദികളെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഇഞ്ഞ് അഗ്നിഹോത്രം വരെയുള്ള ഓരോ ഗൃഹസ്ഥനും അനുഷ്ഠിക്കേണ്ട അഗ്നിഹോത്രം വരെയുള്ള ഭൗതിക ജീവിത വിജയത്തിന് സഹായിക്കുന്ന എല്ലാം പ്രതിപാദിക്കുന്നതാണ്. അതിനകത്താണ് പൂജാതി കർമ്മങ്ങളെല്ലാം പെടുന്നത്. അതൊന്നും മോക്ഷത്തെ സഹായിക്കുന്നതല്ല, ജീവിത വിജയത്തിന് വേണ്ടിയുള്ളതാണ്. ജീവിത വിജയത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ അതിനോടൊപ്പമാണ് ആത്മീയത കൊണ്ടുപോകേണ്ടത്. ഇതിനെ ഉപേക്ഷിച്ചുകൊണ്ടല്ല. നേരത്തെ ഗുരുജി ഇവിടെ സംസാരിച്ചു, അത് വ്യാവഹാരിക ജീവിത വിജയത്തോടൊപ്പമാണ് എന്ന് പറയും. വളരെ ശരിയാണ്. ഈ ജീവിത വിജയം നേടിക്കൊണ്ടാണ് ആത്മീയ വിജയം ആർജിക്കേണ്ടത്. ജീവിത വിജയം നേടാത്തവന് ആത്മീയ ജീവിതം തടസ്സമാണ്, പറ്റില്ല. ഇതോടൊപ്പം കൊണ്ടുപോകണം. എന്നാൽ ധാർമ്മിക വിജയത്തോടൊപ്പം നാം മോക്ഷശാസ്ത്രവും കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യാവഹാരിക ലോകത്തെ പല ദുഃഖങ്ങളെയും നമുക്ക് മറികടക്കാൻ പറ്റും, അതിജീവിക്കാൻ പറ്റും. അതാണ് ഭഗവാൻ കൃഷ്ണനൊക്കെ പറഞ്ഞിട്ടുണ്ട്, യോഗ കർമ്മസ്സു കൗശലം. യോഗമെന്നാൽ കുശലതയോടുകൂടി കർമ്മം ചെയ്യുന്നതാണ്. ഏതൊന്നും തന്ത്രപൂർവം കുശലതയോടുകൂടി ചെയ്ത് വിജയിപ്പിക്കാനുള്ള ശാസ്ത്രമാണത്. അപ്പം മോക്ഷശാസ്ത്രവും അറിഞ്ഞിരിക്കണം. എന്നാൽ വാനപ്രസ്ഥം ആയി കഴിയുമ്പോൾ വാനപ്രസ്ഥാശ്രമത്തിലാണ് ഡീപ്പ് ലെവലിലേക്ക് അത് പോകേണ്ടത്. ഈ വേദങ്ങളെ അതേ രീതിയിൽ നമുക്ക് ഫോളോ ചെയ്യാൻ സാധാരണക്കാർക്ക് കഴിയാത്തത് കൊണ്ട് വേദങ്ങളിലെ തത്വങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേദത്തെ വ്യസിച്ച അതേ വ്യാസഭഗവാൻ തന്നെ ഇതിഹാസമായ മഹാഭാരതം എഴുതി. അതിലും ഉൾക്കൊള്ളാൻ പറ്റാത്തവർക്ക് വേണ്ടി 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും എഴുതി, സാധാരണക്കാർക്ക് വേണ്ടി. നാം ഒക്കെ സാധാരണക്കാരായതുകൊണ്ട് സാധാരണ പുരാണങ്ങളിലൂടെ തുടങ്ങി ഇതിഹാസങ്ങളിലൂടെ വന്ന് വേദാന്തത്തിൽ പ്രവേശിക്കണം. വേദത്തിലെ മോക്ഷശാസ്ത്രമായ ഉത്തരമീമാംസ എന്ന വേദാന്തം, വേദാന്തം എന്നാൽ 3 പ്രസ്ഥാനങ്ങൾ കൂടിച്ചേർന്നതാണ്. പ്രസ്ഥാനത്രയി എന്ന് പറയും. 3 പ്രസ്ഥാനങ്ങൾ. അതിൽ ഒന്ന് സ്മൃതി, ഒന്ന് ശ്രുതി, ഒന്ന് ന്യായശാസ്ത്രം. സ്മൃതികൾ നിരവധിയുണ്ട്, മനുസ്മൃതിയൊക്കെ ഉൾപ്പെടെ. ഒരു സ്മൃതിയെ മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് മഹാഭാരതത്തിൽ നിന്നുള്ള ഭഗവത്ഗീത മാത്രം. മഹാഭാരതത്തിൽ ഭീഷ്മപർവത്തിൽ 23-ാമത്തെ അധ്യായം മുതൽ 40-ാമത്തെ അധ്യായം വരെയുള്ള 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത സ്മൃതിയാണ്. ഉപനിഷത്തുകൾ 1180-ൽ അധികം ഉപനിഷത്തുകൾ ഉണ്ട്. അതെന്താ 1180 എന്നൊരു സംഖ്യ അവിടെ വരാൻ കാരണം? ചതുർവേദങ്ങളിലായി 1180 ശാഖകളുണ്ട്. ഒരു ശാഖയിൽ മിനിമം ഒരു ഉപനിഷത്തെങ്കിലും ഉണ്ടാവും. പല ശാഖകളിലും ഒന്നിലധികമുണ്ട്. അപ്പോൾ 1180 ശാഖകൾ ഉള്ളതുകൊണ്ട് അത്രയും ഉപനിഷത്തിൽ കുറയില്ല, അതിൽ കൂടുതലാണുള്ളത്. 1180-ലധികം ഉപനിഷത്തുകളിൽ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്, കൈവശമുള്ളത് 300ഓളം ഉപനിഷത്തുകൾ മാത്രമാണുള്ളത്. ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഈ 300ഓളം ഉപനിഷത്തുകളിൽ പ്രധാനമായിട്ടുള്ളത് 108 ഉപനിഷത്തുകളാണ്. അതിൽ പ്രധാനമായത് ദശോപനിഷത്തുകൾ. ആ ദശോപനിഷത്തുക്കൾക്ക് ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യം ചെയ്തിട്ടുണ്ട്. ഈശ, കേന, കഠ, പ്രശ്ന, മുണ്ടക, മാണ്ഡൂക്യ, തൈത്തരീയ, ഐതരേയ, ചാന്തോഗ്യ, ബൃഹദാരണ്യക ഉപനിഷത്തുകൾ. ഈ 10 നമുക്ക് വേദാന്തത്തിൻ്റെ ഭാഗമായ ശ്രുതി പ്രമാണമാണ്. സ്മൃതിയിൽ നിന്ന് ഭഗവത്ഗീത. 3-ാമത്തെ പ്രസ്ഥാനമാണ് ബ്രഹ്മസൂത്രം. നമുക്ക് പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടാവാം ആധ്യാത്മിക വിഷയങ്ങളിൽ. അപ്പം ഭഗവത്ഗീത വായിക്കുമ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നാൽ ഉപനിഷത്തിൽ എന്ത് പറയുന്നു എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ സ്മൃതിയുടെ മുകളിലാണ് ഉപനിഷത്ത്.
അപ്പോൾ ഉപനിഷത്തുകളിൽ തമ്മിൽ ഉപനിഷത്ത് എന്തോ പറയുന്നു, അതാണ് സ്മൃതി പ്രമാണമാക്കേണ്ടത്. ഉപനിഷത്തുകൾ തമ്മിൽ പരസ്പര വിരുദ്ധതയുണ്ടെന്ന് നമുക്ക് തോന്നാം. ഒരു ഉപനിഷത്ത് വായിക്കുമ്പോൾ പറയുന്നത് പോലെ അല്ല മറ്റൊരു ഉപനിഷത്ത് വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതിലങ്ങനെയാണല്ലോ പറയുന്നത്, ഇതിൽ പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നൊരു സംശയമുണ്ടാകാം. എന്ന് അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ ഈ ഉപനിഷത്തുകൾ തമ്മിൽ ഒരു വൈരുദ്ധ്യവുമില്ലെന്ന് ഡീപ്പ് ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ ബ്രഹ്മസൂത്രമാണ് പരിശോധിക്കേണ്ടത്. അത് ന്യായശാസ്ത്രമാണ്, ന്യായ ദർശനമല്ല. ന്യായദർശനം ഷഡ് ദർശനങ്ങളിലൊന്നാണ്. അപ്പോൾ ഉപനിഷത്തുകൾ, ശ്രുതികൾ, പിന്നെ സ്മൃതിയിൽ ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം 555 സൂത്രങ്ങൾ അടങ്ങിയതാണ്. ആ ബ്രഹ്മസൂത്രം ഉൾപ്പെടുന്നതാണ് വേദാന്തം. അതാണ് മോക്ഷശാസ്ത്രം. അപ്പോൾ നമ്മൾ ധർമ്മശാസ്ത്രത്തെയും പഠിക്കണം, മോക്ഷശാസ്ത്രത്തെയും പഠിക്കണം. ഇവിടെ ഈ വേദാന്തത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പെട്ടെന്ന് അങ്ങോട്ട് കഴിയില്ല. അതിനുവേണ്ടി ധാരാളം പ്രകരണശാസ്ത്രങ്ങൾ ആചാര്യന്മാർ എഴുതിയിട്ടുണ്ട്. പ്രകരണശാസ്ത്രങ്ങൾ ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ തന്നെ നിരവധി പ്രകരണശാസ്ത്രങ്ങൾ എഴുതി. ശങ്കരാചാര്യ സ്വാമി മാത്രമല്ല, ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ നിരവധി ആൾക്കാർ പ്രകരണശാസ്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ശങ്കരാചാര്യ സ്വാമിയുടെ വിവേക ചൂടാമണി ഒന്ന്, തത്വബോധം, ആത്മബോധം, ഇതൊക്കെ പ്രകരണശാസ്ത്രങ്ങളാണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചാൽ വേദാന്തം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് വേദാന്തത്തിൻ്റെ ബാലപാഠങ്ങളാണ്. ഇനി വേദതത്വങ്ങളിൽ നിന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത പ്രപഞ്ച സത്യങ്ങൾ, ഈ പ്രപഞ്ച സത്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഷഡ് ദർശനങ്ങൾ ആചാര്യന്മാർ എഴുതിയിട്ടുള്ളത്. അതിൽ നിരവധി ദർശനങ്ങളുണ്ട്. അതിൽ പ്രധാനം 12 അതിൽ 6 വേദപ്രമാണമായി അംഗീകരിച്ചിട്ടുള്ള, വേദത്തെ പ്രമാണമായി അംഗീകരിച്ച ആസ്തിക ദർശനങ്ങൾ. പിന്നീടുള്ള 6 വേദത്തെ പ്രമാണമായി അംഗീകരിക്കുന്നില്ല, നാസ്തിക ദർശനം എന്ന് പറയും. പക്ഷേ ആ ദർശനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെയും അടിസ്ഥാനം വേദങ്ങൾ തന്നെയാണെന്ന്. നിഷേധിക്കുമ്പോഴും അതിൻ്റെ അടിസ്ഥാനവും വേദത്തിൽ തന്നെ ഉള്ളതാണ്. ഇത് ആ ദർശനം പഠിക്കുമ്പോൾ പണ്ട് ദ്വാദശ ദർശന ആചാര്യ കോഴ്സ് തിരുവനന്തപുരം സംസ്കൃത കോളേജിലുണ്ടായിരുന്നു. അപ്പോൾ ഈ 12 ദർശനവും പഠിക്കുമായിരുന്നു. 12 ദർശനങ്ങളിൽ നാസ്തിക ദർശനം ചാർവാഹ ദർശനം എന്ന് പറയും. ചാർവാഹ മഹർഷി, അത് ഒരാളല്ല, ഒരു പരമ്പരയാണ് ചാർവാഹ ദർശനം. ലോകായതന്മാരെന്നും അറിയപ്പെടും. പ്രത്യക്ഷത്തിൽ കിട്ടുന്ന ഇന്ദ്രിയ വിഷയമായതിനെ മാത്രമേ അവർ സ്വീകരിക്കാറുള്ളൂ. 2 ജൈനം, വർദ്ധമാന മഹാവീരൻ്റെ ജൈന ദർശനം. പിന്നീടുള്ളത് 4 ദർശനങ്ങളും ബൗദ്ധ ദർശനങ്ങളാണ്. ഈ 6 നാസ്തിക ദർശനം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ വേദപ്രമാണമായ 6 കപില മഹർഷി എഴുതിയ സാഖ്യദർശനം, പതഞ്ജലി മഹർഷി എഴുതിയ യോഗദർശനം, ഗൗതമ മഹർഷി എഴുതിയ ന്യായദർശനം, കണാദ മഹർഷി എഴുതിയ വൈശേഷിക ദർശനം, ജൈമിനി മഹർഷി എഴുതിയ പൂർവമീമാംസ, വ്യാസഭഗവാൻ എഴുതിയ ഉത്തരമീമാംസ ഉപനിഷത്തുകൾ. ഈ 6 ദർശനങ്ങളിൽ വേദശാസ്ത്രത്തെ ക്രമീകരിച്ചിരിക്കുന്നു. അതിൽ സാഖ്യദർശനത്തിലാണ് പ്രപഞ്ച സൃഷ്ടി മുതൽ പറഞ്ഞിട്ടുള്ളത്.